ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രിപ്പോസിഷനായ ഇന്ന്, ഓണ്, അറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ്. സാധാരണ നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇന്ന് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ആദ്യം പറയാം. ഇന്ന് ഉപയോഗിക്കുന്ന ഇൻ ദി മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ്, ഇൻ ദി മിഡിൽ ഓഫ് ദി നൈറ്റ്. പിന്നെ ഇന്ന് ഉപയോഗിക്കുന്ന മാസങ്ങളുടെ പേരുകൾക്ക് മുമ്പാണ് ഇൻ മാർച്ച്, ഇൻ നവംബർ, ഇൻ ഡിസംബർ. പിന്നെ ഇന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് സമയമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾ പറയുന്നതിന് മുമ്പാണ്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഐ വാസ് ബോൺ ഇൻ 1980. അപ്പം ഈ വർഷങ്ങളുടെ മുമ്പ്, മാസങ്ങളുടെ പേരുകൾക്ക് മുമ്പ്, പിന്നെ ഇൻ ദി മോർണിംഗ്, ഇൻ ദി ഈവനിങ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി മിഡിൽ ഓഫ് ദി നൈറ്റ്. പിന്നെ സീസണുകൾക്ക് മുമ്പ് ഇൻ ഓട്ടം, ഇൻ സമ്മർ, ഇൻ വിൻ്റർ, അങ്ങനെ സീസണുകൾക്ക് മുമ്പ്. പിന്നെ ഇൻ ദി സെഞ്ച്വറി, ഇൻ ദി 18th century. അങ്ങനെയൊക്കെയാണ് ഈ സമയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഉപയോഗിക്കുന്നത്. അറ്റ് ഉപയോഗിക്കുന്നത് സമയമായിട്ട് ബന്ധപ്പെട്ട് അറ്റ് നൂൺ, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്. പിന്നെ സമയങ്ങൾക്ക് മുമ്പ് അറ്റ് 5 o'clock, യു ഹാവ് ടു ബി ഹിയർ അറ്റ് 5 o'clock. അങ്ങനെ സമയങ്ങൾക്ക് മുമ്പാണ് അറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓൺ സാധാരണഗതി സമയമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്, കാലം അല്ലെങ്കിൽ സമയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് ഓൺ ദിവസങ്ങളുടെ പേരുകൾക്ക് മുമ്പാണ്. ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, പിന്നെ ഓൺ മൈ ബർത്ത്ഡേ. പിന്നെ സ്പെഷ്യൽ ഡേ ആയ ഡേ എന്ന വേർഡിൽ അവസാനിക്കുന്ന സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ, ബർത്ത്ഡേ, അതുപോലെ തന്നെ ക്രിസ്മസ് ഡേ, ഈസ്റ്റർ ഡേ. ഇതിനൊക്കെ മുമ്പാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. പിന്നെ ഡേറ്റുകൾക്ക് മുമ്പ് ഓണാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഐ വാസ് ബോൺ ഓൺ 28 മാർച്ച്. അപ്പം ഡേറ്റുകൾക്ക് മുമ്പാണ് ഓൺ ഉപയോഗിക്കുന്നത്. ദിവസങ്ങളുടെ പേരുകൾക്ക് മുമ്പ് ഓൺ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്തെന്നാണ് അർത്ഥം. ഇൻ ടൈം എന്ന് പറയുന്നത് സമയത്തിനുള്ളിൽ എന്നാണ് അർത്ഥം. സോ ഐ വിൽ ബി ഹിയർ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ്. ഓൺ ടൈമിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റാണ്. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ 5 മണിക്കൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, നമ്മൾ ഐ വിൽ ബി ഹിയർ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ സമയത്തിനുള്ളിൽ ഇവിടെ ഉണ്ടാകും എന്നാണ് അർത്ഥം. ഐ വിൽ ബി ഹിയർ ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കും എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഇൻഡിപെൻഡൻസ് ഡേ, ഓൺ ഈസ്റ്റർ ഡേ. പക്ഷേ നമ്മൾ ക്രിസ്മസിന് മുമ്പ് ക്രിസ്മസ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നമ്മൾ അറ്റ് ക്രിസ്മസ് അല്ലെങ്കിൽ അറ്റ് ഈസ്റ്റർ എന്നാണ് പറയുന്നത്. ഡേ കൂട്ടി പറയുമ്പോഴാണ് ഓൺ ഉപയോഗിക്കുന്നത്.